ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളെങ്ങനെ ഗൂഗിൾ മൈ ബിസിനസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിംഗിലായത് ഈ ഒരു രൂപത്തിലാണ്. നമ്മൾ ഗൂഗിൾ ബിസിനസ് മസ്റ്റ് ആണല്ലോ. അത് നമ്മൾ എന്ത് ചെയ്യാം, എങ്ങനെ അത് ഉണ്ടാക്കാം, എങ്ങനെ നോക്കാം, സിമ്പിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മളെ സർവീസ് ആയാലും പ്രൊഡക്റ്റ് ആയാലും ഒരു ഗൂഗിൾ ബിസിനസ് മസ്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പോൾ നേരെ വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ നേരെ നിന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഗൂഗിൾ ബിസിനസ് സെർച്ച് ചെയ്ത് കുറച്ച് സ്ക്രോൾ ചെയ്തിപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ്. ഒരു 3 ഇവിടെ ഡെമോ ഉണ്ടാക്കി വെച്ചതായിരുന്നു. അപ്പോൾ അതിൽ സൈൻ ഉണ്ടാവും, ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ ഓൾറെഡി ഉണ്ടായതുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് കൊടുക്കാം. അപ്പോൾ ബിസിനസ്സിൻ്റെ നെയിമും അവിടെ കൊടുക്കാം. നമ്മുടെ കമ്പനിയുടെ നെയിം എന്താണോ അതവിടെ കൊടുക്കാം. ഏത് കാറ്റഗറി ആണോ, ഫുഡാണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും സർവീസ് ആണെങ്കിലും എന്തായാലും അടുത്ത കാറ്റഗറിയിൽ കൊടുക്കാം. ചിലപ്പോൾ ഒരു ഡെമോക്ക് വേണ്ടി ഇതിൻ്റെ പേര് തന്നെ കൊടുക്കുന്നുണ്ട് അവിടെ. ഇപ്പോൾ കാറ്റഗറി ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് എന്ന് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഷോപ്പാണെങ്കിൽ ഇപ്പോൾ ഓഫീസിൽ വരാനുള്ള ലൊക്കേഷൻ ആഡ് ഉണ്ടോ ചോദിക്കുകയാണ്. ലൊക്കേഷൻ എന്തെങ്കിലും മസ്റ്റായി കൊടുക്കണം, ഇപ്പോൾ ഏതിലാണെങ്കിലും. അതേപോലെ അഡ്രസ്സാണ്. ഇപ്പോൾ ഷോപ്പാണെങ്കിൽ അല്ല ഓഫീസ് ആണെങ്കിൽ ഇവിടെ കറക്റ്റ് ലൊക്കേഷൻ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ ലൊക്കേഷൻ അവിടെ കാണിക്കും. നെക്സ്റ്റ് കൊടുക്കുക. യു പ്രൊവൈഡ് ദ ഹോം ആഡ് എന്തെങ്കിലും ഡെലിവറീസ് ഹോമൊക്കെ പ്രൊവൈഡ് ചെയ്യുമെന്ന്. ഇപ്പോൾ കോഫി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതേപോലെ ഇപ്പോൾ ഞാൻ നോ കൊടുക്കുകയാണ്. അപ്പം ഹോം ഡെലിവറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യെസ് കൊടുക്കാം. അതേപോലെ തന്നെ നമ്പറും വെബ്സൈറ്റ് ഓപ്ഷനിലാണ്. ഞാൻ ഇപ്പോൾ ഒരു നമ്പറോട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് കൊടുക്കാം. അതിക്ക് ആ നമ്പർക്ക് ഒരു കോഡ് വന്നിട്ടുണ്ടാവും. ആ കോഡ് ടെക്സ്റ്റ് മെസ്സേജായി വന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് കൊടുത്താൽ ഇപ്പോൾ കോഡ് എന്ത് ചെയ്യുക, അടിച്ചു കൊടുക്കാം. വെരിഫൈ കൊടുത്താൽ നമ്മൾ വെരിഫൈ ആയിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് മാർക്കറ്റിംഗ് സർവീസ്, അപ്പോൾ ഏത് സർവീസ് നമ്മൾ എന്താണ് ഇതിൽ നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതേപോലെ ഇപ്പോൾ PPC ഉണ്ട്, അങ്ങനെ കുറച്ച് സംഗതികളുണ്ട്. ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ മാർക്കറ്റിംഗ് ഉണ്ട്, അതേപോലെ കുറച്ച് നമുക്ക് ആഡ് ചെയ്യാം, കസ്റ്റമൈസ് ആഡ് ചെയ്യാം. അത് വേണമെന്നില്ല, ഓപ്ഷണലാണ്. എന്നാലും അവിടെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് കൊടുത്താൽ ഇവിടെ വന്നാൽ ഓപ്പണിംഗ് ഹവേഴ്സാണ്. ഷോപ്പാണെങ്കിലും എന്താണെങ്കിലും വർക്കിംഗ് ഡേയ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ ഡിസ്ക്രിപ്ഷനാണ് നിങ്ങളെ നിങ്ങളെ എന്താണ് നിങ്ങളുടെ ബിസിനസ് എന്നതിൻ്റെ ഡീറ്റെയിൽ അവിടെ കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഡെമോക്ക് വേണ്ടി അവിടെ എൻ്റെ പേര് തന്നെ അടിച്ചു കൊടുക്കുകയാണ്. നിങ്ങളെ പ്രൊഡക്റ്റ് സർവീസ് എന്താണ് അത് കറക്റ്റായി എന്ത് ചെയ്യുക ഇവിടെ അടിച്ചു കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കാം. ഒരു ഫോട്ടോസ് ആഡുള്ള സെക്ഷനാണ്. നമുക്ക് ഫോട്ടോസ് ഉണ്ടെങ്കിൽ അത് ഇതിന് ശേഷം അപ്ലോഡ് ചെയ്യാം, ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് അടുത്ത സെക്ഷനിൽ പോയി നോക്കാം. സെക്ഷൻ ഇവിടെ ആഡ് ചെയ്യാനാണ്, ഗൂഗിൾ ആഡ്സ് വഴി ചെയ്യാനാണ്. നമുക്ക് വേണ്ട, നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. അപ്പം സ്കിപ്പ് കൊടുക്കുക. അതിലിപ്പോൾ ഒരു വിസിബിലിറ്റി ഓൺ യുവർ വെരിഫൈ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇൻ്റർഫേസിലാണ് വന്നിട്ടുള്ളത്. ചെറിയൊരു എഡിറ്റിംഗ് സെക്ഷനാണ്. ഇത് ഒരു വെരിഫൈയും പാടെ നമ്മൾ ചെയ്യാനുണ്ട്. ID വെച്ചുകൊണ്ട് അതിനും ചെയ്യേണ്ടി വരും. അതേപോലെ ഇവിടെ എഡിറ്റിംഗ് സെക്ഷനിൽ നമുക്ക് കുറേ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുക, അതേപോലെ നെയിം അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ വെബ്സൈറ്റ് URL ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. വെബ്സൈറ്റ് വിസിബിളാണ് രൂപത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സർവീസ് അവേഴ്സ്, സ്പെഷ്യൽ അവേഴ്സ്, അങ്ങനെ കുറച്ച് സംഗതികളുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ്. പാർക്കിംഗ് ഉണ്ടോ, ഇപ്പോൾ എന്തെങ്കിലും ഓഫീസാണെങ്കിലും എന്തെങ്കിലും ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അടുത്തതായിട്ട് എഡിറ്റ് സർവീസ് ഉണ്ടാവും. അത് ചെയ്ത് നമ്മൾ സർവീസൊക്കെ നമുക്ക് ആഡ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അടുത്തത് നമുക്ക് 3 ബാറിൽ ക്ലിക്ക് ചെയ്താൽ പീപ്പിൾ ആൻഡ് ആക്സസ് എന്നുണ്ടാവും. ആർക്കെങ്കിലും ആക്സസ് കൊടുക്കണമെങ്കിൽ അങ്ങനെ. അപ്പോൾ അതങ്ങനെയാണ്. പിന്നെ റിമൂവ് പ്രൊഫൈൽ ഉണ്ടാവും. അതൊക്കെ റിമൂവ് ആക്കാനുള്ള ഓപ്ഷനാണ്. നമ്മൾ ഈ ഗൂഗിൾ ബിസിനസ് റിമൂവ് ആക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ആക്സസ് കൊടുക്കാൻ നോക്കാം. പിന്നെ അതിൽ പീപ്പിൾ ആൻഡ് ആക്സസ് നോക്കിയാൽ അതിൽ ആഡ് എന്നുണ്ടാവും. അതിൽ മെയിൽ കൊടുക്കണം. ആർക്കാണോ ആക്സസ് കൊടുക്കേണ്ടത്, ഓണറാണോ മാനേജറാണോ അത് സെലക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് ഇൻ്റർഫേസ് വരുന്നത് കാര്യങ്ങളൊക്കെ. പിന്നെ ഫോട്ടോസ് ആഡ് ചെയ്യാം,
അപ്പോൾ അടുത്ത് ഞാൻ എൻ്റെ ഒരു വെരിഫൈ ആയ അക്കൗണ്ട് ഞാൻ ഒന്ന് ഓപ്പൺ ആക്കി കാണിക്കാനുണ്ട്. ഇതാണ് വെരിഫൈ ആയ അക്കൗണ്ട്. ഇത് പെർഫോമൻസും കാര്യങ്ങളും കോളും ഇപ്പോൾ എന്ത് സർവീസ് ആയാലും നമുക്ക് എത്ര ക്ലിക്ക് വന്നു, എത്ര കോൾസ് വന്നു, എത്ര ബുക്കിങ്സ് വന്നു, അത് കൃത്യമായി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതിൽ കൂടെ മൊബൈൽ കൂടെയാണോ ഡെസ്ക്ടോപ്പിലൂടെ എങ്ങനെയാണോ വന്നത്, എത്ര കോൾസ് വന്നു, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവർ പറഞ്ഞു തരും. ഇതിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ കുറച്ച് ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഒക്കെ വരുന്നത് ലിങ്ക് സോഷ്യൽ മീഡിയ ലിങ്ക്സ് ഒക്കെ കൊടുക്കാം. അതിനൊരു പുതിയൊരു അപ്ഡേറ്റ് ആണത്. ഇവിടെ ഇങ്ങനെ വിസിബിളായി കാണിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഗൂഗിൾ ബിസിനസ്സിൻ്റെ ഓവർ വ്യൂ ഉള്ള കാര്യങ്ങളൊക്കെ. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.